ദുരന്തഭൂമിയിലേക്ക് താമസിക്കാൻ തിരിച്ചെത്തേണ്ടി വരുമെന്ന ഭയപ്പാടിലാണ് ചൂരൽമല പടവെട്ടിക്കുന്നുകാർ. ഇവിടുത്തെ 27 വീടുകൾ വാസയോഗ്യമെന്ന് കണ്ടെത്തിയ വിദഗ്ധ സമിതി റിപ്പോർട്ടാണ് പടവെട്ടിക്കുന്നുകാർക്ക് തിരിച്ചടിയായത്. വീടുകൾക്ക് കേടുപാടില്ല, പക്ഷേ ഉരുൾപൊട്ടൽ കവർന്ന ഭൂമി കടന്നു വേണം പടവെട്ടിക്കുന്നിലെത്താൻ. ചൂരൽമല അങ്ങാടിയിൽ നിന്നും ഹൈസ്കൂൾ റോഡ് വഴി പടവെട്ടിക്കുന്നിലേക്കാണ് 27 കുടുംബങ്ങളാണ് തീർത്തും ഒറ്റപ്പെട്ട നിലയിൽ ഇവിടെയുള്ളത്. അതിൽ പലരും പുറത്ത് വാടക വീടുകളിലേക്ക് താമസം മാറ്റിക്കഴിഞ്ഞു. സർക്കാരിൻ്റെ പുനരധിവാസ പാക്കേജിൽ പടവെട്ടിക്കുന്നുകാരെ ഉൾപ്പെടുത്തണമെന്നാണ് ഇവിടെ നിന്ന് നിരന്തരമായി ഉയരുന്ന ആവശ്യം. ഒരൊറ്റ രാത്രി കൊണ്ട് പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കൈയിലെയും മനുഷ്യരെല്ലാം ഒലിച്ചിറങ്ങിപ്പോയ ഇടം. റോഡെന്ന് വെറുതെ പറയാവുന്ന ഈ മണ്ണിലൂടെ കടന്നു വേണം പടവെട്ടിക്കുന്നിലെത്താൻ. ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇവിടെയാണ് മത്തായി കമ്മീഷൻ നല്ല റോഡാണെന്ന്, നല്ല വീടുകളാണ് പറഞ്ഞിട്ടാണ് വെച്ചിട്ടില്ല നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എങ്ങനെ ഞങ്ങൾ കുട്ടികൾക്ക് താമസിക്കുക? ലിസ്റ്റിൽ പേരും വന്നിട്ടില്ല. ഞങ്ങൾ ആർത്താ പറയുക, എല്ലാ ഉദ്യോഗസ്ഥന്മാരും കണ്ടു, എല്ലായിടത്തും പറഞ്ഞു, കളക്ടർ വന്നു, കളക്ടർ കണ്ടു, എല്ലാ ഉദ്യോഗസ്ഥന്മാരും കണ്ടതാണ്. സർക്കാർ എന്താ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. വളരെ ദയനീയ അവസ്ഥ സർക്കാർ ഞങ്ങളോട് കാണിക്കുന്നത്. മഴ പെയ്താൽ ഞങ്ങൾ ഞങ്ങളുടെ ഓടി രക്ഷപ്പെടുക. ഏകമാർഗ്ഗം ഈ വഴി മാത്രമേ ഉള്ളൂ. വഴിയിലുടനീളം വന്യജീവികൾ വിഹരിക്കുന്നതിന്റെ പാടുകൾ. പടവെട്ടിക്കുന്നിലേക്ക് കയറുമ്പോൾ ഇവിടം മുതൽ വാസയോഗ്യമെന്ന് വിദഗ്ധ സമിതി അടയാളപ്പെടുത്തിയ കല്ല്. മത്തായി സാറെ കുറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കറക്റ്റ് 50 മീറ്ററാണ്. അന്ന് അളക്കാൻ വന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നിങ്ങളുടെ എന്തായാലും 50 മീറ്റർ പെടുമെന്ന്. തൊട്ടപ്പുറത്ത് 2 വീടുമുണ്ട്. ഈ 3 വീട് 50 മീറ്ററിൽ വരുമെന്ന് പറഞ്ഞാൽ സ്കൂൾ റോട്ടിൽ ഇതുവരെ ലിസ്റ്റിൽ വന്നിട്ടില്ല. അവർ പറയുന്നത് പടവെട്ടിക്കുന്ന് മൊത്തം ക്ലസ്റ്ററാക്കി ഇട്ടുക എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. ഉരുൾഗതി മാറ്റിയ പുന്നപ്പുഴയോരത്തെ റോഡ് നന്നാക്കിയാൽ പടവെട്ടിക്കുന്നുകാർക്ക് ഈ ദുരന്ത ഭൂമിയിലേക്ക് തിരികെ എത്തേണ്ടി വരും. തിരിച്ചു വന്നാലും വന്യമൃഗങ്ങളെ പേടിച്ച് തീർത്തും ഒറ്റപ്പെട്ട് താമസിക്കണം. ഇനിയൊരു ദുരന്ത സാധ്യത തള്ളിക്കളയുന്നുമില്ല. അതുകൊണ്ട് തന്നെ ദുരന്തബാധിതരായി കണക്കാക്കി പുതിയ ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇവർ നിരന്തരം ഉന്നയിക്കുന്നു. ഞങ്ങൾക്ക് കളക്ട്രേറ്റിൽ പോയിട്ട് പിന്നെ ഫാമിലിയുടെ കുറച്ച് സ്ഥിരം താമസിക്കേണ്ടി വരും. പുറത്തല്ല, അകത്ത്. അല്ലാതെ ഞങ്ങൾ എവിടെ പോകും? നമ്മൾ പിന്നെ എന്നെ സംബന്ധിച്ചോളം നമ്മൾ സെൻട്രൽ റോക്കിൽ പിന്നെ ജോലിയാണ്. നമുക്ക് കിട്ടുന്ന വേതനം ആകെ 450-500 റുപ്യേൻ്റെ അടുത്തേ ഉള്ളൂ. പിന്നെ വൈഫിന് ജോലിയില്ല. ഇതുപോലെ തന്നെ ഏകദേശം ഇവിടെ മുഴുവൻ ആളുകളെയും സ്ഥിതി. പിന്നെ നമുക്ക് എവിടുന്ന പിന്നെ 10-25 ലക്ഷം റുപ്യ എടുത്തിട്ട് പിന്നെ വീടും സ്ഥലം വാങ്ങാനുള്ള ആസ്തി നമുക്ക് എവിടുന്ന? നമുക്കില്ലല്ലോ അത്. അപ്പോൾ നമ്മളിപ്പോഴും പ്രതീക്ഷ ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് കൈവിടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിലല്ലേ. അപ്പം നമ്മളെ മുമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ഷോപ്പുകളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ദത്തെടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, 27 കുടുംബം അവിടെ പോയി താമസിക്കും. അല്ല, നമുക്ക് വേറെ ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. ഉരുൾപൊട്ടിയിറങ്ങി 1 വർഷമാകുമ്പോൾ ഉള്ളുലഞ്ഞാണ് പടവെട്ടിക്കുന്നുകാർ പറയുന്നത്. ദുരന്തത്തിന്റെ ഓർമ്മകൾ പേറി ഇനിയുള്ള കാലം ഇവിടെ താമസിക്കാൻ പറയരുത്. വാസയോഗ്യമെന്ന് ഉദ്യോഗസ്ഥർ വിധി എഴുതിയതാണ് പടവെട്ടിക്കുന്നിലെ 27 വീടുകളും. പക്ഷേ ഇങ്ങോട്ടുള്ള വഴി പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയാണ്. ജീവിക്കാൻ പടവെട്ടാൻ തന്നെയാണ് പടവെട്ടിക്കുന്നുകാരുടെ തീരുമാനം. അർഹമായത് സർക്കാർ നൽകണം. പടവെട്ടിക്കുന്നിൽ നിന്ന് പബീഷ് കക്കോടിക്കൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.